അവസാനിപ്പിക്കുന്നില്ല. പിന്നെയും മുസ്ലിയാർ പോവാണ്, അരിയും നിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും ഡാഷ് മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ പിന്നെയും മുസ്ലിയാർ അടുത്തത് പറയാണ്, കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാല് പതിഞ്ഞ കല്ലിനെ ബഹുമാനിച്ച ശേഷം ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാ ഹാജിമാരും, പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോയവരും ഗവൺമെന്റ് ഗ്രൂപ്പിൽ പോയവരും എല്ലാവരും കയ്യിലൊരു ക്യാനയുമായിട്ട് വരിക. 10 ലിറ്റർ ക്യാന. എന്താ അതിനകത്തുള്ളത്? വെള്ളം. ഇതെന്ത് വെള്ളം? സംസം വെള്ളം. എന്താ ഇതിന്റെ പ്രത്യേകത? സംസം വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്തിനാ? വേണ്ടത് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോവുക. അങ്ങനെ സൗദി അറേബ്യയിലൊക്കെ നല്ല വെള്ളത്തിന് ഭയങ്കര പഞ്ഞാ, അല്ലേ? അവിടെ ജോലി ചെയ്ത ആളുകൾ ചോദിക്കും, നിങ്ങൾ 1 ലിറ്റർ പെട്രോൾ കിട്ടണമെങ്കിൽ 90 പൈസ കൊടുത്താൽ മതി, 90 ഫിൽസ്. 1 ലിറ്റർ വെള്ളത്തിന്റെ ബോട്ടിൽ വേണമെങ്കിലോ വയസ്സാ എത്ര കിട്ടണോ? 1 റിയാൽ കൊടുക്കണോ? അപ്പൊ ഒരു കുപ്പി വെള്ളത്തിനാണ് 10 റുപ്യ. വെള്ളത്തിനാണ് അവിടെ വില. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ട വെള്ളം, പകരം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരിക. അതെന്താ? സുബ്ഹാനല്ലാഹ്, അത് സാധാരണ വെള്ളമല്ല ഉസ്താദേ, സംസം വെള്ളമാണ്. എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ചപ്പോൾ അവിടെ പൊങ്ങി വന്ന വെള്ളം എന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ്, 4000 വർഷം മുമ്പ് ഇസ്മായിൽ നബിയുടെ കാല് സ്പർശിച്ചു. ഇപ്പോൾ അതിന്റെ വല്ല അവശിഷ്ടവും അതിലുണ്ടാവുമോ? പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? സുന്നികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുത്തമ്പള്ളിയിൽ കുഞ്ഞഹമ്മദ് ഹുസൈൻ റളിയല്ലാഹു മർക്കദ മഹാനവറുകൾ മന്ത്രിച്ചൂതി കിണറ്റിലേക്ക് ഒഴിച്ച വെള്ളം ഇപ്പോഴും ഷിഫാക്ക് വേണ്ടി നാം അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കവരത്തി ദ്വീപിൽ ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു തആല എഴുതി വെച്ചിരിക്കുന്ന പിഞ്ഞാണത്തിൽ കഴുകിയ വെള്ളം ഇപ്പോഴും നാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശിർക്ക്, അന്ധവിശ്വാസം, അനാചാരം, അനിസ്ലാമികം. അങ്ങനെയാണ് ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസം വെള്ളം ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് കടപ്പുറത്തേക്ക് പൂഴി കയറ്റുന്ന പോലെയാവും, ബസ്രയിലേക്ക് കാരക്ക കയറ്റുന്ന പോലെയായി പോവും. സംഗതി ശരി. അപ്പൊ മുസ്ലിയാർ പറഞ്ഞു വന്നപ്പോ മുസ്ലിയാർ എന്തിനാ ക്യാനും പിടിച്ചു വന്നത് അവിടുന്ന് സംസം വെള്ളമായിട്ട്? ബസ്രയിലേക്ക് കാരക്ക എന്തിനാ മുസ്ലിയാർ? ഇവിടെ കുഞ്ഞമ്മ മുസ്ലിയാർ വെള്ളം ഇല്ലേ? പിന്നെ എന്തിനാ ബസ്രയിലേക്ക് കാരക്ക ഇറക്കിയത്, കടപ്പുറത്തേക്ക് മണലിറക്കിയത്? ഇവിടെ കുഞ്ഞമ്മ മുസ്ലിയാരല്ലേ, പിന്നാണ് എഴുതി വെള്ളമില്ലേ? പിന്നെന്തിനാ സംസം വെള്ളം ചോദിച്ചിട്ട് വന്നത്? അപ്പൊ മുജാഹിദിൽ അത് കുടിക്കും, മുജാഹിദിൽ അത് കൊണ്ടുവരികയും ചെയ്യും. കാരണം വെച്ചാൽ വേറെ വെള്ളമൊന്നും ഈ ജാതി വെള്ളമൊന്നും മുജാഹിദിൽ കുടിക്കാറില്ല. അതുകൊണ്ട് മുജാഹിദിൽ കുടിക്കാൻ ആ വെള്ളം വേണം. എന്നാൽ നിങ്ങൾക്ക് പിന്നാണം കലക്കി വെള്ളമല്ലേ?